നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സിറിയയിൽ ഘോരയുദ്ധം. വടക്കുള്ള അലപ്പോയ്ക്ക് പിന്നാലെ മധ്യപടിഞ്ഞാറൻ ഹമാ പ്രവിശ്യയും വിമതർ പിടിച്ചെടുത്തു. ഇനി ദമാസ്കസിലേക്ക് വെറും 175 കിലോമീറ്റർ. ഒരാഴ്ച മാത്രം പിന്നിടുമ്പോൾ സിറിയയുടെ 2 നഗരങ്ങളിൽ സാന്നിധ്യമുറപ്പിച്ചിരിക്കുന്നു വിമതസേന. ഹമയിൽ നിന്ന് തങ്ങൾ പിന്മാറുന്നുവെന്ന സിറിയൻ സേനയുടെ പ്രഖ്യാപനം. ഇനി ബാഷർ അൽ അസാദ് ഭരണകൂടം എപ്പോൾ വീഴുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഹമയിലെ 2 വടക്ക് കിഴക്കൻ ജില്ലകളാണ് വിമതരുടെ നിയന്ത്രണത്തിലായിരിക്കുന്നത്. ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറെയുള്ള മേഖല. ഹമയിലെ സെൻട്രൽ ജയിൽ പിടിച്ചെടുത്ത് തടവുകാരെ മോചിപ്പിച്ചുവെന്ന് വിമതസേന അവകാശപ്പെട്ടു. ഹോംസ് നഗരം ലക്ഷ്യമാക്കി ഇത് വിമതസേന കുതിക്കുകയാണ്. റഷ്യൻ സൈന്യം തോറ്റു പിൻവാങ്ങുന്ന കാഴ്ച. സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസാദിന് ജനകീയ പിന്തുണ ഏറെയുള്ള ലറ്റാഖ്യ മേഖല ഹമയോട് ചേർന്ന്. സിറിയയുടെ 13 വർഷം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധകാലത്ത് ഒരിക്കൽ പോലും ഹമ വിമതസേനയുടെ കയ്യിൽ അകപ്പെട്ടിരുന്നില്ല. 3ാം ലോകമഹായുദ്ധം എന്ന അപകടത്തിന് മുകളിലായിരുന്നു കുറേക്കാലമായി ലോകം. അത് ഗസയിൽ സംഭവിക്കുമോ യുക്രൈനിൽ നിന്ന് ആരംഭിക്കുമോ എന്നുള്ള സംശയങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീട് ലെബനനിലേക്കും ഒടുവിലിത സിറിയയിലേക്കും കടന്നിരിക്കുന്നു. സിറിയയിൽ അപ്രതീക്ഷിതമായി ആരംഭിച്ചിരിക്കുന്ന യുദ്ധം ഒരു ലോകയുദ്ധമായി മാറുമോ എന്ന ഭയം ലോകരാജ്യങ്ങൾക്ക്. ഒരാഴ്ച മുൻപ് മാത്രമാണ് സിറിയയിൽ വീണ്ടും യുദ്ധക്കൊതിയന്മാർ തലപൊക്കിയത്. വിമതസേന നടത്തിയ മിന്നലാക്രമണത്തിൽ ആദ്യം അലപ്പോ നഗരം അവർ പിടിച്ചെടുത്തു. പിന്നെ തുടർച്ചയായ മുന്നേറ്റം അനേകം ചെറുപട്ടണങ്ങൾ അവർ കാൽക്കീഴിലാക്കി. ഒടുവിൽ ഹമാ നഗരത്തിലേക്ക്. സിറിയയിലെ 2ാമത്തെ പ്രധാന പട്ടണമായ അലപ്പോ വീണപ്പോൾ മുതൽ സിറിയൻ റഷ്യൻ പോർവിമാനങ്ങൾ വിമതസേനയ്ക്ക് നേരെ സമാനതകളില്ലാത്ത ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ റഷ്യൻ ആക്രമണങ്ങൾക്കു പിന്നിൽ പതറാതെ നിന്ന് വിമതസേന വീണ്ടും കുതിക്കുന്ന കാഴ്ചയാണ് ലോകത്തിനു മുന്നിൽ. അപ്രതീക്ഷിതമായി ഇന്നലെ ഇസ്രായേലും കളത്തിലിറങ്ങി. ഹിസ്ബുള്ളയുടെ ഒരു പ്രധാന നേതാവിനെ സിറിയയിൽ വെച്ച് അവർ ആക്രമണത്തിൽ കൊലപ്പെടുത്തി. വിമതസേനകളെ സഹായിക്കാൻ 2 ദിവസങ്ങൾക്ക് മുൻപ് യുക്രൈൻ പരിശീലകർ അവിടെ എത്തിയിരുന്നു എന്ന ആരോപണം ശക്തമായി ഉന്നയിക്കുന്നു ഇപ്പോൾ റഷ്യ. സ്വാഭാവികമായി യുക്രൈനെതിരായ യുദ്ധത്തിൽ മേൽക്കൈ നേടിയ റഷ്യയെ തളർത്താൻ ഒരു മാർഗം കണ്ടുപിടിച്ചിരിക്കുകയാണോ പാശ്ചാത്യ രാജ്യങ്ങൾ? യുക്രൈനും ഇസ്രയേലിനുമിടയിൽ എന്തെങ്കിലും രഹസ്യബാന്ധവമുണ്ടോ? ഇസ്രയേലും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിൽ നടന്ന ഗൂഢാലോചനയുടെ ഫലമാണ് ഇപ്പോൾ വിമതസേനയുടെ ഈ മുന്നേറ്റമെന്ന് ചിലർ ആരോപണമുന്നയിക്കുന്നതിന് പിന്നിൽ ഈ സംശയമാണ്. വിമതസേനയുടെ കയ്യിൽ എങ്ങനെ ഇത്രയധികം കവചിത വാഹനങ്ങളും ടാങ്കുകളും മിസൈലുകളും പടക്കോപ്പുകളും സജ്ജീകരണങ്ങളുമൊക്കെ എത്തിച്ചേർന്നു? ഒരു വശത്ത് റഷ്യയും ഇറാനുമൊക്കെ ക്ഷീണിച്ചവശരായി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ വിമതസേനയുടെ അപ്രതീക്ഷിത മുന്നേറ്റം. സിറിയൻ മണ്ണിൽ നേരിട്ടുമല്ലാതെയുമൊക്കെ പടപൊരുതാൻ നിരവധി രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. സിറിയയുടെ ഭൂരിഭാഗം പ്രദേശവും ഇപ്പോഴും ബാഷർ അൽ അസാദിൻ്റെ ഭരണകൂടത്തിന് കീഴിൽ കഴിയുന്നു. എന്നാൽ അലപ്പോയും ഹമാ നഗരവുമൊക്കെ പിടിച്ചെടുത്ത് ഇപ്പോൾ വിമതസേന കുതിക്കുമ്പോൾ അസാദിന് അധിക സമയം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് യുദ്ധ നിരീക്ഷകർ പറയുന്നു. ഇതുവരെ ബഷർ അൽ അസാദ് ഭരണകൂടത്തിന് പിന്തുണ നൽകിയത് ഇറാനും റഷ്യയും ചേർന്ന അച്ചുതണ്ടായിരുന്നു. ഇറാൻ പ്രോക്സികളായ ഹിസ്ബുള്ളയും ഇറാഖിലെ ഷിയ മിലിഷ്യകളുമൊക്കെ സിറിയൻ ഭരണകൂടത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. എന്തിനേറെ അങ്ങ് ഹമാസുകാർ പോലും പൂർണ്ണ പിന്തുണയുമായി പലപ്പോഴും സിറിയൻ ഭരണകൂടത്തിന് പിന്നിൽ അണിനിരന്നിരുന്നു. സിറിയയിൽ റഷ്യയ്ക്ക് നിരവധി സൈനിക താവളങ്ങളുണ്ട്. ഏകദേശം 70,000-ഓളം വരുന്ന സൈനികരെയാണ് റഷ്യ സിറിയയിൽ വിന്യസിച്ചിരിക്കുന്നത്. മറുഭാഗത്ത് മുഴുവൻ വിമതസേനകളാണ്. ഒരു ഭാഗത്ത് അമേരിക്കയുടെയും തുർക്കിയുടെയും ചില ഗൾഫ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണയുള്ള സായുധ സംഘങ്ങൾ. ഇവരിൽ പ്രധാന സ്ഥാനത്ത് നിൽക്കുന്നത് ഹയാത്ത് തഹ്രീരി അൽ ഷാം HTC എന്ന സംഘമാണ്. മുൻപ് അൽ-ഖ്വയ്ദയുടെ ഭാഗമായി ഇവർ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് അൽ-നുസ്ര സഖ്യം പരിണമിച്ച് ഇത്തരമൊരു വിമത സൈന്യമായി അവർ രൂപാന്തരപ്പെട്ടു. HTS നേരത്തെ അൽ-ഖ്വയ്ദയുടെ ഒരു ഭാഗമായിരുന്നു. പിന്നീടവർ ആ ബന്ധം വിച്ഛേദിച്ചു. അമേരിക്ക പൂർണ്ണമായി പിന്തുണയ്ക്കുന്നത് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന കുർദ് സേനാ വിഭാഗത്തെയാണ്. അവരുടെ കീഴിലാണ് കിഴക്കൻ മേഖലയിലെ ഭൂരിപക്ഷ പ്രദേശങ്ങളും. നേരത്തെ ഭീകരവാദികളായിരുന്ന ഐസിസിനെ നേരിടാൻ അമേരിക്ക വളർത്തിയ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് പൂർണ്ണമായി കുർദ് സേനയുടെ കയ്യിൽ തന്നെ. ഫ്രീ സിറിയൻ ആർമി എന്ന പേരിൽ ഒരു വിമതസേനയെ തുർക്കി പിന്തുണയ്ക്കുന്നുണ്ട്. ഇവർ പൊതുവെ കുർദുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന വിമതസേനയാണ്.
തുർക്കി സിറിയ അതിർത്തി കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനങ്ങളേറെയും. ഇപ്പോൾ HTSുമായി സിറിയൻ ആർമിക്ക് ചില ബന്ധങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വരുന്നു. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ പിന്തുണയോടെ 2015 വരെ അസദ് പിടിച്ചു നിന്നു. 2011 അവിടെ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. 2015 ശേഷം ഐസിസ് ശക്തിപ്പെട്ടപ്പോൾ അതിനെതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ സിറിയയിൽ വലിയ യുദ്ധം ആരംഭിച്ചു. 53 സഖ്യരാജ്യങ്ങളാണ് ഈ പോരാട്ടത്തിൽ പങ്കെടുത്തത്. സിറിയൻ ഭരണകൂടത്തെ ഭദ്രമായി നിലനിർത്താൻ റഷ്യയും ഇറാനുമൊക്കെ ഒരുമിച്ചു. 2015 വിമതസേന അലപ്പോ നഗരം പിടിച്ചിരുന്നു. എന്നാൽ റഷ്യ കട്ടയ്ക്ക് ആക്രമിച്ചതോടെ അലപ്പോ നഗരം വിട്ടോടേണ്ടി വന്നു വിമതസേനയ്ക്ക്. ബാഷർ അൽ അസാദിനെ സംബന്ധിച്ച് ഇതൊരു സുപ്രധാന വിജയമായി. പിന്നീട് അസാദ് ഭരണകൂടത്തിന് നേർക്ക് നിരവധി തവണ വിമതസേനയുടെ ഭീഷണികളുണ്ടായെങ്കിലും അദ്ദേഹം ഭരണത്തിൽ കുഴപ്പമില്ലാതെ പിടിച്ചു നിന്നു. മുഖ്യ കാരണം ഹിസ്ബുള്ളയുടെയും ഇറാൻ പ്രോക്സികളുടെയും ഒക്കെ പൂർണ്ണമായ സഹായം. ഒടുവിൽ 2019 വിമതസേനകളും സിറിയൻ ഭരണകൂടവും തമ്മിൽ ഒരു അടിയന്തര വെടിനിർത്തൽ കരാർ. രാജ്യത്തിന്റെ വടക്കുഭാഗത്ത് ഇദ്ലിബ് കേന്ദ്രീകരിച്ച് HTS തങ്ങളുടെ നിയന്ത്രണം ഉറപ്പിച്ചു. മറുഭാഗത്ത് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് തങ്ങളുടെ അധികാര മേഖല വീതം വച്ചെടുത്തു. എന്തുകൊണ്ടാണ് സിറിയൻ മണ്ണിന് മേൽ ഇത്രമേൽ പാശ്ചാത്യ രാജ്യങ്ങൾ കണ്ണുവെക്കുന്നത്? മുഖ്യമായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ചുളുവിൽ സ്വന്തമാക്കുകയാണ് അവരുടെ ലക്ഷ്യം. ഭൗമ രാഷ്ട്രീയ കളിയിൽ മുൻതൂക്കം നേടാനും അവർ ശ്രമങ്ങൾ തുടരുന്നു. 2018 കണക്ക് പ്രകാരം സിറിയയ്ക്ക് 250 കോടി ബാരൽ എണ്ണയുടെ കരുതൽ ശേഖരമുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും വിമത നിയന്ത്രിത മേഖലകളിലാണ്. ഇവിടെയാണ് കുർദ് സേനയുമായി ധാരണയിലായ ഒരു അമേരിക്കൻ കമ്പനിയുടെ ഇടപെടൽ നമ്മൾ കൂടുതൽ അടുത്തറിയേണ്ടത്. ഈ അമേരിക്കൻ കമ്പനി കുർദ് സേനാ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള മേഖലയിലെ എണ്ണ ഖനനം നടത്തുന്നു. സിറിയയിൽ യുദ്ധം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്നുള്ള ഗൂഢാലോചനയാണ് എന്ന് ഇറാനിലെ സൈനിക കമാൻഡറായിരുന്ന മേജർ ജനറൽ റിസായിൽ പറയുന്നു. വിമത തീവ്രവാദികളെ ഇസ്രയേൽ പ്രകോപിപ്പിച്ചു. റഷ്യയെ സംബന്ധിച്ച് സിറിയയിലെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വർണ്ണവിപ്ലവത്തെ തുടർന്ന് റഷ്യ അനുകൂലിയായിരുന്ന യുക്രൈൻ പ്രസിഡന്റ് വിക്ടോർ യാനുക്കോവിച്ച് 2014 അട്ടിമറിക്കപ്പെട്ടു. ക്രിമിയയെ റഷ്യയോട് ചേർക്കാനും ഡോൺബാസിൽ ഇടപെടാനും പ്രേരിപ്പിച്ചത് ഈ വർണ്ണവിപ്ലവങ്ങളാണ്. ഇത്തരം വിപ്ലവങ്ങൾ സ്വന്തം രാജ്യത്തിലേക്കും പടർന്നു കയറുമോ എന്ന് വ്ളാദിമിർ പുതിൻ ഭയപ്പെട്ടു. ക്രിമിയ പിടിച്ചെടുത്തതിന് ശേഷം ഉണ്ടായ ഉപരോധവും സിറിയയിലേക്ക് പട്ടാളത്തെ അയക്കാൻ റഷ്യയെ പ്രേരിപ്പിച്ചതിന് പിന്നിൽ മുഖ്യ ഘടകമാണ്. 1963 ഒരു അട്ടിമറിയിലൂടെ അറബ് സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടി സിറിയയിൽ അധികാരത്തിൽ വന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ സിറിയ അട്ടിമറികളിലൂടെയും നേതൃമാറ്റങ്ങളിലൂടെയുമാണ് കടന്നുപോയത്. 1971 മാർച്ചിൽ ജനറൽ ഹബീസ് അൽ അസദ് ബാത്തിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് ഭരണം പിടിച്ചെടുത്തു. സ്വയം പ്രസിഡന്റായി അദ്ദേഹം പ്രഖ്യാപിച്ചു. സിറിയയിൽ ദീർഘകാലമായി വിവേചനം അനുഭവിച്ചിരുന്ന ഷിയ ന്യൂനപക്ഷ വിഭാഗമായ അലവി വിഭാഗത്തിൽ നിന്നുള്ളയാളായിരുന്നു റഫീസ് അൽ അസദ്. സിറിയ എന്ന സുന്നി രാജ്യം അങ്ങനെ ഒരു ന്യൂനപക്ഷ വിഭാഗക്കാരൻ കൈയടക്കി വെച്ചു. 1973 ജനുവരി 31 ഹബീസ് അൽ അസദ് പുതിയ ഭരണഘടന നിലവിൽ കൊണ്ടുവന്നു. ഇത് അറബ് സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടിക്ക് രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നേതാവെന്ന സവിശേഷ പദവി നൽകി. ഇസ്ലാമിനെ ഔദ്യോഗിക മതമായി അംഗീകരിക്കുന്നത് നീക്കുകയും സിറിയൻ പ്രസിഡന്റ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളയാൾ ആയിരിക്കണമെന്നതുപോലെ വ്യവസ്ഥകൾ എടുത്തുകളയുകയും ചെയ്തു. ഇതിൽ പ്രകോപിതരായി മുസ്ലിം ബ്രദർഹുഡ് കളത്തിലിറങ്ങി. 1976-82 കാലഘട്ടത്തിൽ മുസ്ലിം ബ്രദർഹുഡ് നടത്തിയ കലാപങ്ങൾ ഭരണകൂടം അടിച്ചമർത്തുക തന്നെ ചെയ്തു. 1982 ഫെബ്രുവരിയിൽ ഹമ നഗരത്തിൽ മുസ്ലിം ബ്രദർഹുഡ് നടത്തിയ പ്രക്ഷോഭം സൈന്യം മൃഗീയമായി അടിച്ചൊതുക്കി. അന്ന് 25,000-ലധികം മുസ്ലിം ബ്രദർഹുഡുകാരെയാണ് സൈന്യം കൊന്നൊടുക്കിയത്. പിന്നീട് ബാത്ത് പാർട്ടി വെറും റബ്ബർ സ്റ്റാമ്പായി. അധികാരം മുഴുവൻ അസദ് കുടുംബത്തിൽ വന്നു ചേർന്നു. പിന്നീട് സിറിയ കണ്ടത് സമാനതകളില്ലാത്ത ക്രൂരതകൾ. നിർബന്ധിത നാടുകടത്തൽ, സാധാരണക്കാർക്കെതിരെ അഴിച്ചുവിട്ട പീഡനങ്ങൾ എന്നിവയൊക്കെ ഭരണകൂട ഭീകരതയുടെ അടയാളങ്ങളായി. തന്റെ എല്ലാ മർദ്ദനോപാധികളും ഉപയോഗിച്ച് ഹഫീസ് 3 പതിറ്റാണ്ട് സിറിയ ഭരിച്ചു. 2000-ൽ ഭരണത്തിന് അന്ത്യമായി. അതോടെ സിറിയയിൽ ഒരു ഭരണമാറ്റം നടന്നു. ഹഫീസ് അൽ അസാദിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ ബാഷർ അൽ അസാദ് സിറിയയുടെ പ്രസിഡന്റായി. പിതാവിന്റെ പിൻഗാമിയായി എത്തിയ ബാഷർ അൽ അസാദ് രാജ്യത്തൊട്ടനവധി പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാജ്യത്തെ പൊതുമേഖല കുത്തക അവസാനിപ്പിച്ച് അദ്ദേഹം പല മേഖലകളും സ്വകാര്യവൽക്കരിച്ചു.
എന്നാൽ ആനുകൂല്യങ്ങളൊക്കെ ഭരണത്തോടടുത്ത് നിൽക്കുന്ന അടുപ്പക്കാരിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചു. സബ്സിഡിയും വിലപരിധിയും അവസാനിച്ചത് ഗ്രാമീണ കർഷകർക്കും തൊഴിലാളികൾക്കുമൊക്കെ വലിയ രീതിയിൽ ദോഷം ചെയ്തു. ഇതിനിടയിൽ ട്യൂണീഷ്യയിൽ അറബ് വസന്തം പൊട്ടിപ്പുറപ്പെടുന്നു. 2011 മാർച്ചിൽ അയൽ രാജ്യങ്ങളിലെ പ്രക്ഷോഭങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അസാദ് ഭരണകൂടത്തിനെതിരെ തെക്കൻ നഗരമായ ദേരയിൽ ജനാധിപത്യ അനുകൂല പ്രകടനങ്ങൾ ആരംഭിച്ചു. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുക, അരനൂറ്റാണ്ട് പഴക്കമുള്ള അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കുക, പൗരസ്വാതന്ത്ര്യം നീതിയുക്തമാക്കുക, അഴിമതി ഇല്ലാതാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ ഉയർത്തി. എന്നാൽ ട്യൂണീഷ്യയിലും ഈജിപ്തിലുമൊക്കെ പ്രതിഷേധക്കാരെ നേരിട്ട രീതിയായിരുന്നില്ല അസദ് പിന്തുടർന്നത്. മൃഗീയമായി അവരെ വേട്ടയാടി. തുടർന്ന് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള ഏറ്റുമുട്ടലുകളും പ്രതിഷേധവുമൊക്കെ വ്യാപകമായി. ഇതിനു പിന്നാലെയാണ് രാജ്യവ്യാപകമായി നൂറുകണക്കിന് വിവിധ ഗ്രൂപ്പുകൾ തലപൊക്കിയത്. പോരാട്ടം അസദിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലാകാൻ അധിക സമയമെടുത്തില്ല. ഇവിടെ പണവും ആയുധങ്ങളും പോരാളികളെയും അയച്ചുകൊണ്ട് വിദേശ ശക്തികൾ കളം പിടിക്കാൻ തുടങ്ങി. അമേരിക്കയാണ് ഏറ്റവും മുന്നിൽ നിന്നത്. അരാജകത്വം മുതലെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പും അൽ-ഖ്വയ്ദയുമൊക്കെ സിറിയയിൽ നിറഞ്ഞാടി. എന്നും ഒരു സ്വയം ഭരണാവകാശം ആഗ്രഹിക്കുന്ന സിറിയയിലെ കുർദുകൾ അസദിന്റെ സേനയുമായി യുദ്ധം ചെയ്തില്ല. പക്ഷേ അവർ IS-നെതിരെ ശക്തമായി പൊരുതി. നിൽക്കക്കള്ളിയില്ലാതെ വന്നതോടെ അസദ് ഭരണകൂടം ഇറാനെയും റഷ്യയും ഒക്കെ പൂർണ്ണമായി ആശ്രയിക്കാൻ തുടങ്ങി. തങ്ങളുടെ പാവ ഭരണകൂടത്തെ സിറിയയിൽ ഉറപ്പിച്ചു നിർത്തി മേഖലയിലെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള കുറുക്കുവഴിയായി ഇതിനെ റഷ്യ കണ്ടു. 2012 ഷിയ ഭൂരിപക്ഷ രാഷ്ട്രമായ ഇറാൻ സിറിയയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടു തുടങ്ങിയത്. 2015 അവർ റഷ്യയുടെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തി. സിറിയ എന്ന രാജ്യത്തിന് ഈ യുദ്ധങ്ങൾ നഷ്ടങ്ങൾ മാത്രമാണ് സമ്മാനിച്ചത്. നീണ്ടുപോയ ആഭ്യന്തര സംഘർഷങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു, ഭവനരഹിതരായി. സിറിയയുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും വ്യവസായങ്ങളെയും ഒക്കെ അത് പാടെ തകർത്ത് കളഞ്ഞു. ഒരു ദശാബ്ദത്തിലേറെ നീണ്ടുനിന്ന ആഭ്യന്തര സംഘർഷം അതിരൂക്ഷമായ പ്രത്യാഘാതത്തിലേക്ക് സിറിയൻ ജനതയെ തള്ളിവിട്ടു. ബാഷർ അൽ അസദ് സർക്കാർ സമീപകാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അവർക്ക് മുന്നിൽ. അസദ് ഭരണകൂടം നിലംപൊത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അസദിന്റെ ഔദ്യോഗിക സേനയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. സഹായത്തിന് ഹിസ്ബുള്ളയില്ല. അവർ ഏറെ ദുർബലരായിരിക്കുന്നു. തികഞ്ഞ അനിശ്ചിതത്വത്തിലേക്കാണ് സിറിയയുടെ പതനം. ഈ സാഹചര്യം പ്രത്യേകം നിരീക്ഷിക്കുകയാണ് ഇസ്രയേലും അമേരിക്കയുമൊക്കെ. ഇതിനിടയിൽ സിറിയയെ സഹായിക്കാനിറങ്ങിയ ഇറാനെ ഇക്കാര്യത്തിൽ വിലക്കിക്കൊണ്ട് ഇസ്രായേൽ കളത്തിലിറങ്ങി. ലെബനിലെ ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ കൈകളിലെത്താൻ സാധ്യതയുള്ള ആയുധങ്ങൾ സിറിയയിലേക്ക് അയക്കരുത് എന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ്. സിറിയയിൽ ചില തകർച്ചകളുടെ സൂചനകൾ ഞങ്ങൾ കാണുന്നുവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. സിറിയൻ ഇസ്രായേൽ അതിർത്തിക്ക് സമീപം ഒരു ഭീഷണിയും ഇസ്രായേൽ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ തീർത്തു പറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഭരണകൂട പ്രതിരോധ ലൈനുകളുടെ തകർച്ച പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് സംഭവിക്കുന്നത് എന്ന് ഇസ്രായേൽ പറയുന്നു. ഭരണകൂടം അധികകാലം പിടിച്ചു നിൽക്കില്ല. സിറിയയെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ഏറ്റെടുക്കുന്നതിനെ തങ്ങൾ അനുകൂലിക്കുന്നില്ല. എന്നാൽ അസദിനെ പിന്തുണയ്ക്കാൻ ഇറാനിയൻ സേനയുടെ വർദ്ധിച്ച സാന്നിധ്യവും ഇസ്രായേൽ അനുവദിക്കില്ല. അവർ പരസ്പരം പോരടിച്ചു തീരട്ടെ എന്ന നയമാണ് ഇപ്പോൾ ഇസ്രായേൽ കൈക്കൊള്ളുന്നത്. ഏതു സാഹചര്യവും നേരിടാൻ ഇസ്രായേൽ തയ്യാറാണ് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. തലസ്ഥാനമായ ദമാസ്കസിനെ ലക്ഷ്യമിട്ട് നീങ്ങുകയാണ് ഇപ്പോൾ വിമതസേന. വടക്കൻ തീരങ്ങളെ തുറമുഖ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഹോംസിലേക്കും വിമതസേനയുടെ മുന്നേറ്റം തുടരുന്നു. നിങ്ങളുടെ സമയം വന്നിരിക്കുന്നുവെന്നാണ് അസദ് ഭരണകൂടത്തോട് ഇപ്പോൾ വിമതസേന എക്സ് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. സിറിയയുടെ മുൻ അൽ-ഖ്വയ്ദ അഫിലിയേറ്റായ സുന്നി ഇസ്ലാമിസ്റ്റ് അഥവാ HTS ആണ് ഏറ്റവും ശക്തമായ വിമത വിഭാഗം. സിറിയയിലെ മതന്യൂനപക്ഷങ്ങളെ തങ്ങൾ സംരക്ഷിക്കുമെന്നാണ് ഇവർ പറയുന്നതെങ്കിലും ആശങ്കയോടെ ലോകം ഇക്കാര്യങ്ങൾ നോക്കിക്കാണുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.